ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലേ. അങ്ങനെ നന്ദുവിന്റെ അച്ഛനും അമ്മയും നേരെ പുറത്തേക്ക് ഇറങ്ങി ആരാണ് കള്ളൻ എന്നൊക്കെ നോക്കാൻ വേണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. ആ സമയത്ത് ഇവിടെ എങ്ങും ആരും ഇല്ലെന്നേ, ഇല്ലെന്നേ, ഞാൻ കേട്ടതാണ് ആ ശബ്ദം, മതിൽ ചാടി ആരോ വരുന്നത് പോലെ ഞാൻ കേട്ടതാണ് ശബ്ദം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് വല്ല തേങ്ങയും വീണതായിരിക്കും. തേങ്ങ വീണാലും കള്ളന്മാരാണെന്നല്ലേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം അത്രയും പേടി നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ഗോവിന്ദേട്ട ഇങ്ങോട്ട് അകത്തേക്ക് കയറി വാ. അപ്പൊ ഇവര് പുറത്തിറങ്ങിയ സമയം കൊണ്ട് നമ്മുടെ അനിയാണെങ്കിൽ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. പാതിയെ അകത്തേക്ക് കയറി നമ്മുടെ നന്ദുവിന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ഇത് കണ്ട നന്ദു ആണെങ്കിൽ ആകെ പേടിച്ചു പോയി. അനി, നീ എന്ത് പരിപാടിയാ നീ കാണിച്ചത്? നീ എന്തിനാ ഇപ്പൊ അകത്തേക്ക് വന്നത്? നീ എങ്ങനെ അകത്തേക്ക് വന്നു? ആ, അത് പിന്നെ നിന്റെ അച്ഛനമ്മയില്ലേ, കള്ളന്മാരാണെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുക, ആരാണെന്ന് നോക്കാൻ വേണ്ടി. അവര് പേടിച്ച് വിറച്ച മട്ടില. ആ തക്ക നോക്കി ഞാൻ അകത്തേക്ക് കയറി. ഷോ, നീ വലിയ റിസ്ക് എടുത്താണ്ടോ ഇത് കാണിച്ചത്. എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുന്നു. ആ, നിനക്ക് ടെൻഷൻ ഉള്ളതുപോലെ എനിക്കും ടെൻഷനുണ്ട്. ഞാനേ നിന്നെ കാണാൻ വേണ്ടിയല്ലേ വന്നത്. നീ ഇങ്ങനെ ഈ ഒരു കിടപ്പ് കിടക്കാൻ നേരത്ത് നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല നന്ദു. ആ നവീൻ നിന്നെ കാണാൻ വേണ്ടി വന്നില്ലേ, അപ്പൊ പിന്നെ എനിക്ക് നിന്നെ കാണാൻ വേണ്ടി വരണ്ടേ നന്ദു? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നവീൻ ചേട്ടനെ പോലെയാണോ അനി നീയ? നവീൻ ചേട്ടന് ഇവിടെ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. ആരും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. പക്ഷേ അനി, നീ ഇവിടെ വരുന്നത് പോലും ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടല്ലേ നയനേച്ചി ദേ അനിയോട് പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന്. അത് റിസ്ക് ഉള്ളത് കൊണ്ടല്ലേ, ടെൻഷൻ ഉള്ളത് കൊണ്ടല്ലേ. എന്തിനാ പിന്നെ നീ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത്? ആ, എന്തായാലും ഞാൻ വന്നു, എനിക്ക് നിന്നെ കാണാനും പറ്റിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഇനി ആരെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യും? ആര് കാണാൻ? ആരും കാണാനായിട്ട് പോകുന്നില്ല. നീ ചുമ്മാ ടെൻഷൻ അടിക്കാതിരിക്കും നന്ദു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, നീ ആരെങ്കിലും ഒന്ന് വരണ്ടോ നോക്ക്, എന്നിട്ട് നീ പോകാൻ നോക്ക്. എനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. ശരി ശരി, ഞാൻ ആരെങ്കിലും വരണ്ടോ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയാണെങ്കിൽ പതിയെ കഥ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ നിന്റെ അച്ഛനും അമ്മയും എന്തേ കഥ കടച്ചു, അകത്തേക്ക് കയറി. പക്ഷെ എൻ്റെ ദൈവമേ, കഥ കടച്ചോ? ഇനിയാണെങ്കിൽ പണി പാളും. നീ കഥ കടച്ച് നീ എങ്ങനെ പോകും? ആ, എനിക്കറിയില്ല ഞാൻ എങ്ങനെ പോകുന്നു. ദേ അനി, നീ കളിക്കാൻ നിൽക്കരുതേ. ദേ ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ഇരിക്കാന്നോ നേരം വെളുക്കുന്നത് വരെയോ? എന്നിട്ട് വേണം നിന്നെ പിടികൂടാനായിട്ട്. ദേ, കുടുംബത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവേ, നീ എങ്ങനെയും പോകാൻ നോക്ക്. അവർ ചിലപ്പോൾ കിടക്കാനായിട്ട് നോക്കും. അതുകൊണ്ട് ആ സമയത്ത് നീ പോകാൻ നോക്ക്. ശരി, നീ ടെൻഷൻ ആവല്ലേ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി വീണ്ടും കതക് തുറന്ന് പതിയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നന്ദുവിന്റെ അമ്മയാണെങ്കിൽ നന്ദുവിന്റെ റൂമിലേക്ക് വരുന്നു. നന്ദു, ദേ നിന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, ഇങ്ങോട്ട് വരുന്നുണ്ടോ? എങ്ങോട്ടെങ്കിലും പോയി ഒന്ന് ഒളിക്കാനേ എന്ന് പറഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ ആ കട്ടിൻ്റെ അടിയിലേക്ക് കയറി അങ്ങോട്ട് ഒളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ കനകം നേരെ കതകം തുറന്നു വരികയാണ്. അപ്പൊ കനകം കഥം തുറന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഒന്നും അറിയാത്ത രീതിയിൽ എന്താ അമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും, എൻ്റെ പൊന്നുമോളെ, ദേ ഇവിടെ ഏതൊരു കള്ളം കയറിയെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ അച്ഛൻ കിടന്ന് ബഹളമാണ്. ഞങ്ങൾ പുറത്തൊക്കെ പോയി നോക്കിയായിരുന്നു, പക്ഷേ ആരെയും കണ്ടില്ല. നിന്റെ അച്ഛന് ഓരോ പേടി നിന്റെ അടുത്ത് കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മുടെ ഗോവിന്ദനും പറയാണ്, അതെ നിന്റെ അടുത്ത് കിടക്കട്ടെ എന്ന്. അയ്യോ അച്ഛാ, അതെങ്ങനെയാ അച്ഛൻ ശരിയാവുന്നത്? അച്ഛന് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് അച്ഛനെ പെട്ടെന്ന് നെഞ്ചുവേനൊക്കെ വന്നാൽ എന്ത് ചെയ്യും? അമ്മ അടുത്ത് തന്നെ ഉണ്ടാവണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനായിട്ട്. മോളെ, എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. നിന്റെ സുരക്ഷിതത്വമാണ് എനിക്ക് ഏറ്റവും വലുത്. നിനക്കിപ്പോൾ അപകടം പറ്റിയിരിക്കുകയല്ലേ, വല്ല ശത്രുക്കളോ ആണെങ്കിലോ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് കനകം, നീ ഇവിടെ തന്നെ കിടന്നാൽ മതിയെന്ന് പറയാം. അങ്ങനെ കനക ഈ പിന്നെ നന്ദു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കനകമാണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കനക നന്ദുവിൻ്റെ ഒപ്പം കയറി കിടക്കുകയാണ്. ഗോവിന്ദൻ അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. അപ്പം അനിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് കട്ടിൻ്റെ അടി തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. നന്ദുവിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുകയാണ് നമ്മുടെ കനകം. നന്ദു ആണെങ്കിൽ എൻ്റെ ദൈവമേ, അപ്പോഴാണ് നന്ദുവിനൊരു ഐഡിയ തോന്നിയത്. അമ്മേ, എനിക്ക് വല്ലാതെ തൊണ്ടിങ്ങനെ വരളുന്നു അമ്മേ, വല്ലാത്ത പരവേശം. മോളെ, വെള്ളം എടുത്ത് തരട്ടെ അമ്മേ? അത് പിന്നെ മോരുണ്ടോ അമ്മേ? ആ, മോരുണ്ട്, ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്. ആ, അപ്പം നല്ല തണുപ്പ് കാണും അല്ലേ? അതെ, തണുപ്പുണ്ട്. എങ്കിൽ പിന്നെ അമ്മേ, ഒരു ഗ്ലാസ് മോര് എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു. വല്ലാത്ത പരവേശം ഉള്ളത് കൊണ്ടാ. അതിനെന്താ മോളെ? അമ്മ പോയി അടുക്കളയിൽ പോയി
ദേ നല്ല ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് ഈ മോരിലൊക്കെ ഇട്ട് കൊണ്ടുവരാം ഞാൻ. ശരി അമ്മേ, എങ്കിൽ പിന്നെ അങ്ങനെ ഒന്ന് കൊണ്ടുവരുമോ? ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം കതകം തുറന്ന് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. അടുക്കളയിലേക്ക് പോയ ആ തക്ക നോക്കി തന്നെ നമ്മുടെ നന്ദു ആണെങ്കിൽ എടാ അനി ഇങ്ങോട്ട് ഇറങ്ങി വാടാ, എടാ അനി ഇറങ്ങി വരാൻ. അങ്ങനെ അനിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എടാതെ അമ്മ മോരുണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്നൊന്ന് പോകാൻ നോക്കടാ, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് നീ പിടിക്കപ്പെടും. അയ്യോ ഞാനെങ്ങനെ പോവാനാ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാ നിന്റെ അമ്മ കണ്ടാലോ, അപ്പൊ ഞാൻ പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ് നന്ദു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നല്ലാതെ നേരം വെളുക്കുന്നവരെ നീ ഈ കട്ടിൻ്റെ അടി കിടക്കാനാണോ? അതൊന്നും ശരിയാവില്ല, നീ പോകാൻ നോക്ക്. ശരി, നീ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ, ഞാൻ പോകാന്നേ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദുവിൻ്റെ കവളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുകയാണ് നമ്മുടെ ആനി. ശരി, ഞാനേ ഇപ്പം തന്നെ പോയിക്കോളാം. ശരി ആനി, നീ പെട്ടെന്ന് തന്നെ പോ. പിന്നെ അവന്മാരെ ഞാൻ വെറുതെ വിടില്ല, ഡീറ്റെയിൽസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനേ നിന്നെ അപകടപ്പെടുത്തി ഒറ്റണത്തിനെ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി ഒരു കർച്ചീഫ് എടുത്ത് തൻ്റെ മുഖം മറച്ച് കെട്ടിയിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാ. റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിരുന്ന് കനകം മിക്സിയിലിട്ട് ഇങ്ങനെ പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായിട്ട് അടിക്കുന്നതാണ് കേട്ടത്. അനിയാണെങ്കിൽ ആ അടുക്കളയിലേക്കൊന്ന് നോക്കുക. പെട്ടെന്ന് കനകം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വാതിക്കയിൽ ഒരാൾ മുഖം മൂടി വെച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കനകം പേടിച്ചു പോയി. അയ്യോ കള്ളൻ കള്ളൻ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ നിലവിളിക്കുക. ഇത് കേട്ടപ്പോഴേക്കും അനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ അനിയാണെങ്കിൽ കതകം തുറന്ന് ദാടാ ഒറ്റ പോക്ക്. അയ്യോ ഗോവിന്ദേട്ടാ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് കനകം ഓടുകയാണ്. അനിയാണെങ്കിൽ ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ വിടല്. അപ്പോൾ ഗോവിന്ദനും എല്ലാവരും കൂടെ എന്താ കനകം എന്ന് ചോദിക്കുകയാണ്. അതെ കള്ളൻ കള്ളൻ, ഞാൻ കണ്ടു കള്ളനെ, അവൻ മുഖം മൂടി വെച്ചിട്ട് ഒറ്റ പോക്കാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്ക് നാട്ടുകാരൊക്കെ ഓടി വരികയാണ്. എന്താ 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 സംഭവം? അതെ ഒരു കള്ളൻ ഞങ്ങളുടെ വീട്ടിൽ കയറിയായിരുന്നു, കണ്ടതാ. പക്ഷേ ഞാൻ കള്ളൻ കള്ളന്ന് ഒച്ച വെക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഓടി എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, കള്ളൻ കയറി ആരെങ്കിലും നന്ദുവിനെ അപായപ്പെടുത്താൻ വേണ്ടി കയറിയതായിരിക്കും. എന്ത് ചെയ്യാനാ, നല്ലൊരു പെൺകുട്ടിയല്ലേ, ദേ അവളെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങോട്ട് പെരുമാറും. പിന്നെ എന്ത് ചെയ്യാനാണ്, അത് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവളുടെ സ്വഭാവം അങ്ങനെയായി പോയി, ഇനി അത് അങ്ങോട്ട് മാറ്റാനും പറ്റില്ല. അവള് പ്രതികരിക്കും, പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന രീതിയിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ നാട്ടുകാർ പരസ്പരം ഇങ്ങനെ പറയുക, പെൺപിള്ളേരായിട്ടുണ്ടെങ്കിൽ കുറച്ച് അച്ചടക്കോ ഒതുക്കമൊക്കെ വേണം. ഇതിങ്ങനെയാണോ, വലിയ എസ് ഐ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. കയ്യിലിരിപ്പ് എന്താണ്, അപ്പം അതുകൊണ്ട് ഇങ്ങനെ കള്ളന്മാരും റൗഡികളൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പിറുപിറുത്തോണ്ട് പോവുകയാണ്. അപ്പോഴേക്കും കനകം, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ദേ ഇവിടെ ആരോ ഉണ്ടെന്ന്, അപ്പൊ നീ അത് വിശ്വസിച്ചില്ല. ഇപ്പൊ എന്തായി, ഇപ്പൊ ബോധ്യമായില്ലേ, നിന്റെ കൺമുന്നിൽ കൂടി തന്നെ കള്ളൻ ഇറങ്ങി ഓടില്ല. അയ്യോ ഗോവിന്ദേട്ട എനിക്ക് പേടിയാവുന്ന, ഞാനേതാലേ നന്ദുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് കനകം ഓടി ചെല്ലുകയാണ്. അമ്മമ്മേ അമ്മേ എന്തായി അമ്മേ, ആ കള്ളനെ കിട്ടിയോ, കള്ളൻ പോയോ എന്ന് ചോദിച്ചപ്പോഴേക്കും മോളെ കള്ളൻ പോയി മോളെ, പക്ഷെ ഞാൻ അവനെ കണ്ടു. കണ്ടോ അമ്മേ? വ്യക്തമായിട്ട് കണ്ടില്ല, അവൻ മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പോയി മോളെ എന്ന് കേട്ടപ്പോഴേക്കുമാണ് നന്ദുവിന് ആശ്വാസം തോന്നിയത്. അപ്പോ കനകക്കൊരു സംശയം, അല്ല നന്ദു മോളെ, ഇനി അത് കള്ളൻ തന്നെയാണോ അല്ലെങ്കിൽ അത് അനിയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് പോമേ, അനിയോ, അതെങ്ങനെയാ അനി? അവൻ ഒളിച്ചും പാത്തൊക്കെ വന്നതാണെങ്കിലോ, ഞങ്ങള് കഥക്ക് തുറന്ന് തക്ക നോക്കി അവൻ അകത്തേക്ക് കയറിയതാണെങ്കിലോ. അമ്മേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവനൊന്നും അങ്ങനത്തെ പ്രവൃത്തിയൊന്നും ചെയ്യില്ല. അവരോട് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരുമോ അമ്മേ? അമ്മ അനാവശ്യമായ രീതിയിൽ സംസാരിക്കരുതേ. അല്ല നന്ദൂട്ടാ, ആനി നിന്നെ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മേ ഇടയ്ക്ക് വിളിച്ചായിരുന്നു, എൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ, പിന്നെ വിളിച്ചിട്ടില്ല അമ്മേ. എനിക്കൊരു സംശയമുണ്ട്. പിന്നെ സംശയം, അമ്മ വന്ന് കിടക്കാൻ നോക്ക്, കള്ളന്മാരായിരിക്കുള്ളൂ. കഥകൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആലോചിക്കണം. എന്നാലും മോളെ, ഇനിയിപ്പോ വീടിനുള്ളിൽ വല്ലയിടത്തും ഒളിച്ചിരിക്കുന്നുണ്ടാവോ? അവൻ വല്ലതും ബോംബും വെക്കാൻ വേണ്ടി വന്നതാണോ? ദൈവമേ, ഇനിയൊരു മനസ്സമാധാനം ഇല്ലാതായല്ലോ. ഇനിയിപ്പോ ബോംബ് വെക്കാൻ വേണ്ടി വന്നതാണെങ്കിലോ? എനിക്ക് പേടിയാവുന്നു മോളെ. ഏതായാലും നിനക്ക് ശത്രുക്കൾ കൂടുതലുള്ളതാണ്, അതുകൊണ്ട് തന്നെ എല്ലാം വിശദമായി അന്വേഷിച്ചേ മതിയാവുള്ളൂ. ഞാനേ ഏതെല്ലാം റൂമൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യട്ടെ. നിന്റെ അച്ഛൻ ഇനി ഉറക്കം ഉണ്ടാവില്ല,
അതുകൊണ്ട് തന്നെ ഞാൻ പോയി ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എന്തെങ്കിലും കവറോ മറ്റോ കിട്ടിയാലോ. എനിക്കറിയില്ല അമ്മേ. ശരി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇനി അപ്പം അതൊന്നും നോക്കാൻ നിൽക്കണ്ട, അമ്മ ഇവിടെ കിടന്നണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകത്തെ പിടിച്ച് കിടത്തുകയാണ്. അപ്പോഴേക്ക് നന്ദു ആണെങ്കിൽ എൻ്റെ ദൈവമേ, അനി ഒരുമ്പിട്ടാ പോയിരിക്കുന്നത്. അവന് എന്നെ ആക്രമിച്ചവരുടെ ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ അവൻ അവരിട്ട് പെരുമാറും, എനിക്കാകെ ടെൻഷൻ ആവുന്നല്ലോ. അങ്ങനെ നമ്മുടെ അനിയെ കാണിക്കുകയാണ്. അപ്പം അനിയാണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ കൂട്ടുകാരന്മാരോട് പറയണേ, എടാ നന്ദുവിനെ ആക്രമിച്ചവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഏതായാലും അവരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല, ഇന്ന് തന്നെ പോയി അവരുടെ താവളത്തിൽ പോയി അടിച്ച് നിരപ്പാക്കണം. ഇത് കേട്ട കൂട്ടുകാരനാണെങ്കിൽ, എടാ സാഹസം കാണിക്കണോ, നന്ദു ഇല്ലാത്തതാ, ഇനി നമ്മളെടുത്ത് അവിടുത്തെ പെരുമാറോ. എടാ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ അവളെ ആക്രമിച്ചവരെയൊക്കെ നമ്മൾ വെറുതെ വിടണമെന്നാണോ? ഇവിടെ നന്ദു ഇല്ലെങ്കിലും നമ്മൾ ആണുങ്ങളല്ലേ, അവരുടെ നല്ലത് കൊടുക്കണ്ടേ? അതല്ല, നന്ദു പോലീസ് ആണല്ലോ, അപ്പൊ പിന്നെ ആ ഒരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളങ്ങനെയല്ല, എടുത്തിട്ട് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ പിന്നെ വേറെ കേസിൽ ഇപ്പം നിന്ന് ചാടേണ്ടി വരും. നിങ്ങളെ 2 തരത്തിൽ വർത്തമാനം പറയരുതേ. നിങ്ങൾ വരുമോ ഇല്ലയോ? ശരി, എങ്കിൽ പിന്നെ നന്ദുവിനെ ഉപദ്രവിച്ചല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് പെരുമാറി കളഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവര് 3 പേരും കൂടി നേരെ ആ ഗുണ്ടയുടെ താവളത്തിലേക്ക് ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തനിട്ട് നമ്മുടെ അനിയാണെങ്കിലും ഒറ്റ ചവിട്ട്. അപ്പോൾ വേറെ ഗുണ്ട ചോദിക്കണം, എന്താടാ നിന്റെ തീരുമാനം എന്ന് ചോദിച്ചപ്പോഴേക്കും കാണിച്ചു തരാടാ എന്ന് പറഞ്ഞുകൊണ്ട് അടി അങ്ങോട്ട് തുടങ്ങി. നന്ദുവിനെ ഉപദ്രവിക്കാൻ മാത്രം നിങ്ങളായല്ലേ, കാണിച്ചു തരാം പറഞ്ഞിട്ട്, ആടാ ശരിയാക്കൂടാ, ഇനിയും ഉപദ്രവിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പടാ 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 ഇടിയായി. അങ്ങനെ ഇടിയിൽ നമ്മുടെ അനി ഇവിടെ വിജയിക്കുകയും ചെയ്യാണ്. അപ്പോൾ അനിയോട് ഗുണ്ടകളെല്ലാം കാലുപിടിച്ച് പറയണം, അയ്യോ ദയവ് ചെയ്ത് എന്നെ വീട്, എൻ്റെ അണ്ണന്മാരെ, ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഇനി ഇങ്ങനത്തിലുള്ള പരിപാടി ഒന്നും ഞങ്ങൾ ചെയ്യില്ല. ആഹാ കൊള്ളാലോ, കുറച്ചു മുമ്പ് നിങ്ങളായിരുന്നല്ലോ അണ്ണന്മാര്, ഇപ്പോ ഞങ്ങളെ അണ്ണന്മാരാക്കിയോ, ദയവ് ചെയ്ത് ഇനി ഒരു ഉപദ്രവത്തിനും ഞങ്ങൾ വരില്ല, ഞങ്ങളെ വെറുതെ വിട്ടേക്ക് എന്ന് അനിയുടെ കാല് പിടിച്ച് പറയാണ്. അങ്ങനെ അനി അങ്ങനെ വിടുകയും ചെയ്യാണ്. നന്ദുവിനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിക്കുക. അങ്ങനെ നമ്മുടെ അനിയുടെ കോള് വരികയാണ് നന്ദുവിൻ്റെ ഫോണിലേക്ക്. പക്ഷെ ആ കോൾ എടുക്കാനായിട്ട് പറ്റുമോ? പെട്ടെന്ന് ഓഫ് ചെയ്ത് തന്നെ അവിടെ വെക്കുക. അപ്പോൾ കൂടെ നമ്മുടെ കനകവും കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അനിക്കാണെങ്കിൽ അവളെന്താ ഫോൺ എടുക്കാതിരുന്നു? ഓ, അവളുടെ അമ്മ അവളുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത് അല്ലേ, അതുകൊണ്ടാ അവള് ഫോൺ എടുക്കാതിരുന്നത്. ശരി, എങ്കിൽ പിന്നെ ഒരു മെസ്സേജ് വിടാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ അനി ഒരു മെസ്സേജ് വിടുകയാണ്. ഈ സമയം തന്നെ നന്ദു ആണെങ്കിൽ പാവം അനി നെറ്റിയിൽ ഉമ്മ കൊടുത്ത കാര്യങ്ങളാണ് നന്ദു അവിടെ ആലോചിക്കുന്നത്. എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ അനിയുടെ മെസ്സേജിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. നന്ദു ആണെങ്കിൽ പെട്ടെന്ന് ആ മെസ്സേജ് എടുത്ത് നോക്കുക. മെസ്സേജ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവർക്കിട്ട് ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്, അവരിനി ഒരു ഉപദ്രവത്തിനും വരില്ല, നിന്റെ ദേഹത്ത് കൈവച്ചവരെ ഞാനങ്ങനെ വെറുതെ വിടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ മെസ്സേജ് വിട്ടായിരിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് കൂടുതൽ ടെൻഷൻ. അങ്ങനെ നന്ദുവിന് വീണ്ടും ഒരു ആശ്വാസമൊക്കെ തോന്നുകയാണ്. പാവം എന്നെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് ഇവിടെ വന്നതാണ്, എന്നിട്ട് മര്യാദക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. എനിക്ക് വേണ്ടിയല്ലേ ഇപ്പം ആ ഗുണ്ടകളെ പോയി അടിച്ച് നിരപ്പാക്കിയത്. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും അനി എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നയനേച്ചിയേക്കാളും എൻ്റെ അച്ഛനെയും അമ്മയേക്കാളും എനിക്കിപ്പോൾ അനിയാണ് വലുതായിട്ട് തോന്നുന്നത്. അനിയാണ് എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്നത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റില്ല. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ നന്ദു മനസ്സുകൊണ്ട് പറയണം. അങ്ങനെ അനിയോട് കൂടുതൽ കൂടുതൽ സ്നേഹം നന്ദുവിന് കൂടി ഇങ്ങനെ വരുന്ന സീനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അനിക്കും അതേപോലെ തന്നെ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ ബൈ.